രാത്രി ഞാനൊരു വീഡിയോ കണ്ടായിരുന്നേ. അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ ഇട്ടിരിക്കുന്ന ഒരു വ്ളോഗാണ് ഞാൻ ഇന്നലെ കണ്ടത്. നമ്മുടെ ബീച്ചിൽ, ആലപ്പുഴ ബീച്ചിലുള്ള പാരാഗ്ലൈഡിങ് നിർത്തലാക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ പുള്ളിയൊക്കെ ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട് അത് പാരാഗ്ലൈഡിങ് നിർത്തലാക്കാനെന്ന്. ശരിക്കും എനിക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഷൗക്കട്ടപ്പാലത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പാരാഗ്ലൈഡിങ് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ പറയുന്നുണ്ടോ നമ്മുടെ ആലപ്പുഴയിൽ എന്ത് നല്ലൊരു ചേഞ്ചാണ് വന്നത്, ഒരുപാട് വികസനങ്ങൾ നമ്മുടെ ആലപ്പുഴയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിക്കാർ ഇതിനൊക്കെ എപ്പോഴും തടസ്സം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പുള്ളി പറഞ്ഞത് എത്രയും വേഗം അത് നിർത്തലാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവം കൊണ്ട്, പാരാഗ്ലൈഡിങ് കൊണ്ട് എന്തെങ്കിലും ജനവാസ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അത് എന്നേക്കുമായിട്ട് നിർത്തലാക്കി ആ ഒരു മൈൻഡിൽ ആണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ ആലപ്പുഴയിൽ യാതൊരുവിധ വികസനങ്ങളും നടക്കത്തില്ല. ആലപ്പുഴയിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വികസനങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇത്തരം മേലുദ്യോഗസ്ഥരുടെ ചിന്താഗതിയിൽ കുറേ മാറ്റങ്ങൾ വരണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബീച്ചിലോട്ട് പോകുന്ന വഴി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് വീണ്ടും വീണ്ടും തേടി അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വീണ്ടും കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാനത് കഴിക്കാനായിട്ട് അടുപ്പിച്ചൊരു 2 ദിവസം ഗ്യാപ്പിട്ട് പോയപ്പോഴൊന്നും അവിടെ ഷോപ്പില്ല. തിരക്കി പറഞ്ഞത് മുനിസിപ്പാലിറ്റിക്കാർ ആ ഷോപ്പ് മാറ്റിച്ചെന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തിട്ടുള്ളൊരു ഷോപ്പാണ് അത്. വളരെ നീറ്റായിട്ടാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ തരുന്നതും ആ ഒരു ചെറിയൊരു തട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷവും ഒക്കെ വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് അവർ നോക്കുന്നത്. പക്ഷെ അവരോട് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവരവിടെ കൊണ്ടുവന്ന കട ഇട്ട സമയത്തും അവർ തടസ്സം പറഞ്ഞില്ല. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അവരിട്ട് ഒന്ന് ക്ലച്ച് പിടിച്ച് 10 പേര് അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും അവരത് എടുത്തുകൊണ്ട് പോകാൻ പറയും. ഇവർക്ക് എന്താണ് ഇവരുടെ പർപ്പസ് എന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് പാരാഗ്ലൈഡിങ്ങിൻ്റെ കാര്യം. നമ്മൾ ആലപ്പുഴയിൽ എന്തെങ്കിലും വികസനം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അത് വരുമ്പോൾ തന്നെ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യുക. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പോയി ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവരിത് തുടച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തും. പിന്നെ നമുക്കത് കാണാൻ പോലും കിട്ടത്തില്ല.